Hi dear students, വേവ് ഓപ്റ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അവരുടെ മാത്തമാറ്റിക്കൽ കണ്ടീഷനും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഡിഫ്രാക്ഷന്റെ കണ്ടീഷൻസ് വർക്ക്ഔട്ട് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെരിമെന്റിന്റെ നെസസറി കണ്ടീഷനിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് അവരുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നതെന്നും അതിന് തമ്മിലുള്ള ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. യെസ്, ഹിയർ എ ഡൺ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈസ് ഹിയർ. രണ്ട് സ്ലിറ്റ് ഉണ്ട്. ആ സ്ലിറ്റിന്റെ പുറകിലായിട്ട് രണ്ട് സ്ലിറ്റിനും ഈക്വൽ ഡിസ്റ്റൻസിൽ ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഉണ്ടാവും. അതിന്റെ നെസസറി കണ്ടീഷൻസ് ഒരുപാടുണ്ട്, അവിടേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഈ S1ഉം S2ഉം രണ്ട് കോഹിറന്റ് സോഴ്സുകളായിട്ട് ആക്ട് ചെയ്യും. സോ S1 എന്നൊരു വേവ് വരും എക്സാക്ട്ലി സ്ക്രീനിന്റെ സെന്ററിലേക്ക്, S2 എന്നൊരു വേവ് വരും സ്ക്രീനിന്റെ സെന്ററിലേക്ക്. സ്ക്രീനിന്റെ സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് സ്ലിറ്റിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ ഉണ്ടല്ലോ D, അതിന്റെ എക്സാക്ട് മിഡ് പോയിന്റ് എന്നൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ എവിടെയാണോ എത്തുന്നത് ആ ഭാഗത്തേക്ക്. അപ്പൊ ഈ രണ്ട് വേവിന്റെയും പാത്ത് ലെങ്ത്തുകൾ സെയിം ആയിരിക്കും. S1 എന്ന് ഈ സ്ക്രീനിന്റെ സെന്ററിലേക്കുള്ള ആ ഒരു ലെങ്ത്തും S2 എന്ന് സ്ക്രീനിന്റെ സെന്ററിലേക്കുള്ള ലെങ്ത്തും ഈക്വൽ ആണ്. സോ അവരുടെ പാത്ത് ലെങ്ത് ഈക്വൽ ആണ്. സോ ഇവിടെ 10 വേവ് ഉണ്ടെങ്കിൽ 10 ലാംഡ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അവിടെ 10 ലാംഡ ഉണ്ടെങ്കിൽ താഴെയും ലെറ്റ്സ് സേ 10 ലാംഡ ഉണ്ട്. അങ്ങനെയെങ്കിൽ അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും. പാത്ത് ഡിഫറൻസ് 0 ആണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും നടക്കുക. യു വിൽ ഗെറ്റ് എ ബ്രൈറ്റ് സ്പോട്ട് ഓവർ ഹിയർ. നമുക്കിവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. പാത്ത് ഡിഫറൻസ് 0 ആയിട്ട് ഉണ്ടാകുന്ന ബ്രൈറ്റ് സ്പോട്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ 0th ബ്രൈറ്റ് എന്ന് വിളിക്കും. 0th ബ്രൈറ്റ്, ഓക്കെ, സെൻട്രൽ ബ്രൈറ്റ് ഓർ 0th ബ്രൈറ്റ്. അങ്ങനെയാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. ദെൻ ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സ്ലിറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, സ്ലിറ്റ് സെപ്പറേഷൻ, അതൊരു മില്ലിമീറ്റർ ഓർഡറിലായിരിക്കും വരിക. അതിനേക്കാൾ അല്ലെങ്കിൽ അത്രയോ അല്ല അതിനേക്കാൾ ചെറുതോ ആയിരിക്കും സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ ഈ സ്ലിറ്റ് വിടുത്ത് എന്ന് പറയുന്നത്. ഇവിടെ സ്ലിറ്റ് സെപ്പറേഷൻ D എന്ന് പറയും. അതിനോട് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് സ്ലിറ്റ് വിടുത്ത് A എന്ന് പറയാം. രണ്ടും ഓൾമോസ്റ്റ്, അപ്പൊ ഇവിടെ 1 മില്ലിമീറ്റർ സ്ലിറ്റ് വിടുത്ത് ഉണ്ട് എങ്കിൽ സ്ലിറ്റ് വിടുത്ത് അല്ല സ്ലിറ്റ് സെപ്പറേഷൻ ഉണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് 1 മില്ലിമീറ്റർ സ്ലിറ്റ് വിടുത്തുണ്ട് എന്ന് നമുക്ക് പറയാം. അതിൽ കുറവോ അതിൽ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. ദാറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ. ഇവിടേക്ക് പ്ലെയിൻ വേവ് ഫ്രണ്ട് വരികയാണ്. ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് സ്ക്രീനിൽ തട്ടി ചില ഭാഗത്തൊക്കെ ബ്ലോക്ക് ചെയ്യും. ഈ സ്ലിറ്റ് വിടുത്തുള്ള ഭാഗത്ത് അൺബ്ലോക്ക്ഡ് ആണ്. സോ അവിടെ ആ വേവ് ഡിഫ്രാക്റ്റഡ് ആവും. സോ നമുക്ക് അവിടെ ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് കിട്ടും. അക്കോർഡിംഗ് ടു ഹൈജൻസ് പ്രിൻസിപ്പിൾ, ഈച്ച് പോയിന്റ് ഓൺ എ പ്രൈമറി വേവ് ഫ്രണ്ട് വിൽ ആക്ട് ആസ് ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ ന്യൂ സോഴ്സ് ഫോർ സെക്കൻഡറി വേവ്ലെറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു വേവ് ഫ്രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മൾ എവിടെയാണോ വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യുന്നത് അതാണ് പ്രൈമറി വേവ് ഫ്രണ്ട്. അതിന്റെ മുകളിൽ കുറേ പോയിന്റ്സുകൾ ഉണ്ടാവും. അതൊക്കെ സെക്കൻഡറി വേവ്ലെറ്റ്സുകളാണ്, സോഴ്സ് ആണ്, സ്പെറിക്കൽ വേവ്ലെറ്റ്സുകളാണ്. ഓക്കെ, അപ്പൊ ഈ എക്സ്ട്രീം ടോപ്പിൽ നിന്നുള്ള ഒരു വേവും എക്സ്ട്രീം ബോട്ടം പോയിന്റ് നിന്നുള്ള വേവും നേരെ സ്ക്രീനിന്റെ സെന്ററിലേക്ക് എത്തുന്നു. അപ്പൊ ഇത് രണ്ടും ഒരേ പാത്ത് ലെങ്ത് ആയിരിക്കും. ഒരേ പാത്ത് ലെങ്ത് ആണെങ്കിൽ അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, ഞാൻ ഇപ്പൊ വരച്ച രണ്ട് വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും. ഡെഫിനറ്റ്ലി കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുക. ഇനി അതിന്റെ താഴെ നിന്നൊരു വേവിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതും, ഇതിന്റെ മുകൾ ഭാഗത്തു നിന്ന് ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതും, അത് പാത്ത് ലെങ്ത് ആദ്യം വരച്ച വേവിന്റെ പാത്ത് ലെങ്തിനേക്കാൾ ഒരു അല്പം കുറവായിരിക്കും. ഇതിപ്പോ ഒരു 10 ലാംഡ ഉണ്ട് എങ്കിൽ ഇത് 10 ലാംഡ ഉണ്ടാവില്ല. ലെറ്റ്സ് സേ ഒരു 9 ലാംഡ ആണെന്ന് വിചാരിച്ചു, ഒരു എക്സാമ്പിൾ നൽകും. അപ്പൊ ഇതും 9 ലാംഡ തന്നെയായിരിക്കും. അപ്പൊ അവർ കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. ഇനി അതിന്റെ താഴെ നിന്ന് വരുന്ന ഒരു വേവും ഇവിടെ നിന്ന് വരുന്ന ഒരു വേവും കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. അങ്ങനെ ഓരോ വേവിനും കൃത്യമായിട്ടൊരു പെയർ ഉണ്ടാവും. സോ അങ്ങനെ എല്ലാ വേവും അതേ പാത്ത് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റൊരു വേവുമായിട്ട് കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. സോ യു വിൽ ഗെറ്റ് എ ബ്രൈറ്റ് സ്പോട്ട് ഓവർ ഹിയർ. ദിസ് ബ്രൈറ്റ് സ്പോട്ട് ഇസ് നോൺ ആസ് സെൻട്രൽ മാക്സിമ ഇൻ ദി കേസ് ഓഫ് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. അപ്പൊ രണ്ടിന്റെയും 0th ബ്രൈറ്റ് അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നെക്സ്റ്റ്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. സ്ലിറ്റ് 1ൽ നിന്നും ഒരു വേവ് ഈ ഒരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അതുപോലെ ലോവർ സ്ലിറ്റിൽ നിന്ന് സ്ലിറ്റ് S2ൽ നിന്നും രണ്ടാമത്തെ സ്ലിറ്റിൽ നിന്ന് ഒരു വേവ് ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ഇതൊരു വേവ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് രണ്ടിന്റെയും പാത്ത് ലെങ്ത് സെയിം അല്ല. കറക്റ്റ് സെന്ററിലേക്ക് പോകുമ്പോൾ പാത്ത് ലെങ്ത് രണ്ടിനും സെയിം ആണ്. അപ്പൊ പാത്ത് ഡിഫറൻസ് 0 ആണ്. അല്പം മുകളിലേക്കോ താഴേക്കോ പോകുന്നതിനനുസരിച്ച് ഈ സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനേക്കാൾ കൂടുതൽ താഴെ നിന്ന് വരുന്ന വേവ് ട്രാവൽ ചെയ്യും. സോ ദർ വിൽ ബി എ പാത്ത് ഡിഫറൻസ്. ലെറ്റ്സ് സേ ആ പാത്ത് ഡിഫറൻസ് ലാംഡയാണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ആ രണ്ട് വേവും കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. സെന്ററിൽ കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്ത പോലെ തന്നെ ഇവിടെയും കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. ആ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് ലാംഡ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേവുകൾ കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. അതിന് നമ്മൾ ഫസ്റ്റ് ബ്രൈറ്റ് എന്ന് പറയും. കാരണം പാത്ത് ഡിഫറൻസ് 1 ലാംഡയാണ്. അല്പം കൂടെ മുകളിലേക്ക് പോയി പാത്ത് ഡിഫറൻസ് 2 ലാംഡ വരുന്ന സമയത്ത്
അതും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും. കാരണം ലാംഡ വരുമ്പോഴൊക്കെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ പാത്ത് ഡിഫറൻസ് 2 ലാംഡ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേവുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് സെക്കൻഡ് ബ്രൈറ്റ് കിട്ടും. 3 ലാംഡ ആകുമ്പോൾ തേർഡ് ബ്രൈറ്റ് കിട്ടും. ആ രൂപത്തിൽ ബ്രൈറ്റ് സ്പോട്ടുകൾ ഇങ്ങനെ മുകളിലേക്ക് വരും. സോ ഇത്രയാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പീരിയൻസ് സംഭവിക്കുന്നത്. മറ്റു വേവുകളൊന്നും ഇവിടുന്ന് വരുന്നില്ല. ഈ സ്ലിറ്റിന് ഒന്നാമത്തെ സ്ലിറ്റിനും രണ്ടാമത്തെ സ്ലിറ്റിനും വരുന്ന വേവുകൾ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് സ്ലിറ്റുകളുടെ എക്സ്ട്രീം പോയിന്റുകൾ, അതായത് ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് ഒരു വേവ് പോകുന്നു, ഏറ്റവും താഴ്ഭാഗത്തുനിന്നും ഒരു വേവ് പോകുന്നു. സോ ഈ രണ്ട് വേവുകളും സ്ക്രീനിലേക്ക് എത്തുന്നുണ്ട്, സ്ക്രീനിലേക്ക് കൺവേർജഡ് ആവുന്നുണ്ട്. നമ്മളവിടെ ഒരു ലെൻസ് വെക്കുന്നുണ്ട്. ആക്ച്വലി ഞാനത് വരച്ചിട്ടില്ല എന്ന് മാത്രം. നേരത്തെ ഞാനത് വരച്ചിട്ടില്ല. ആക്ച്വലി ഇവിടെ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ലൈറ്റിനെ സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത്. സോ ഞാൻ ആ ലെൻസ് വരയ്ക്കുന്നില്ല, തുടർന്നുള്ള പ്രോസസ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നോക്ക്, ഈ ഫോർ എക്സാമ്പിൾ ഈ വേവ് ഇങ്ങനെ പോകുന്നു സ്ക്രീനിലേക്ക്, താഴെ നിന്ന് ഇങ്ങനെ ഒരു വേവ് ഇങ്ങനെ സ്ക്രീനിൽ പോയിട്ട് മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവർ തമ്മിൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. സോ ഇത്രയാണ് ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് വരിക. ലെറ്റ്സ് സേ ലാംഡ ഇസ് ദ പാത്ത് ഡിഫറൻസ്. ഇവിടെയും അതുപോലെ ലാംഡ പാത്ത് ഡിഫറൻസ് വരുന്ന സമയത്ത് ആ രണ്ട് ലൈറ്റും മീറ്റ് ചെയ്യുമ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നത്. കാരണം മറ്റു വേവുകളൊന്നും അവിടെ ഇല്ല. പാത്ത് ഡിഫറൻസ് ലാംഡ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലൈറ്റുകൾ കൺസ്ട്രക്റ്റീവ്ലിയാണ് ഇന്റർഫിയർ ചെയ്യുക. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഡിഫ്രാക്ഷനിൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ലൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ ഒരുപാട് ലൈറ്റ് സോഴ്സുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ലൈറ്റ് സോഴ്സുകളാണ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഇവിടെ സ്ക്രീൻ ഉണ്ട്. ഈ ഭാഗവും ഈ ഭാഗത്തും മാത്രമേ ലൈറ്റ് അൺബ്ലോക്ക്ഡ് ആയിട്ട് വരുന്നുള്ളൂ. ആ രണ്ട് സ്ലിറ്റിൽ നിന്ന് മാത്രമേ ലൈറ്റ് വരുന്നുള്ളൂ. പക്ഷേ ഡിഫ്രാക്ഷനിൽ ഇവിടെ നിന്നൊക്കെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ പാത്ത് ഡിഫറൻസ് നമ്മൾ പറയുമ്പോൾ ആരും നമ്മളെ പാത്ത് ഡിഫറൻസ് നമ്മൾ പറയേണ്ടതുണ്ട്. അത് ആരും നമ്മളെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഡിഫ്രാക്ഷനിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സ്ലിറ്റിന്റെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന ലൈറ്റും ഏറ്റവും താഴെ നിന്ന് വരുന്ന ലൈറ്റും ആണ് നമ്മൾ പറയുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മാത്തമാറ്റിക്കൽ കണ്ടീഷൻ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ലൈറ്റ് വേറെയും വരുന്നുണ്ടല്ലോ. അപ്പൊ അവരെ എല്ലാവരും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ സ്ലിറ്റിനെ നമ്മൾ ഹാഫ് പീരീഡ് സോണുകളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇതിനെ കൃത്യമായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു സ്ലിറ്റിനെ. അപ്പൊ സ്ലിറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ മൊത്തം വരുന്ന ഈ വേവ് ഫ്രണ്ടിന്റെ മുകളിൽ കുറെ സെക്കൻഡറി വേവ്ലെറ്റ്സുകൾ ഉണ്ടാവുമല്ലോ. ആ വേവ്ലെറ്റ്സുകളെ രണ്ട് ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് A/2 എന്ന് വരുന്ന വേവ്ലെറ്റ്സുകളും, പിന്നെ ഒന്ന് A/2 ഉള്ള വേവ്ലെറ്റ്സുകളും, പിന്നെ ഒന്ന് താഴെയുള്ള A/2 ഉള്ള വേവ്ലെറ്റ്സുകളും. റൈറ്റ്? അപ്പൊ നോക്കൂ, ഇവിടെ നമ്മളൊരു ആംഗിൾ കൺസിഡർ ചെയ്യുക, ലെറ്റ്സ് സേ തീറ്റ. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് സൈൻ ഓഫ് തീറ്റ ചെയ്താണെങ്കിൽ ഈ ട്രയാംഗിളിൽ നിന്ന് സൈൻ തീറ്റ ചെയ്താണെങ്കിൽ വിൽ ഗെറ്റ് സൈൻ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ലാംഡ ഡിവൈഡഡ് ബൈ, ഇതാണ് ഹൈപ്പോട്ടനസ് വരിക, ബിക്കോസ് ഇത് 90 വരിക. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഓപ്പോസിറ്റ് ലാംഡ, ഹൈപ്പോട്ടനസ് എന്ന് വരും. ഇനി കുഞ്ഞു ട്രയാംഗിൾ പരിഗണിക്കുക, ഈ ചെറിയ ട്രയാംഗിൾ. അത് എന്തിനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് നോക്കൂ. ഈ കുഞ്ഞു ട്രയാംഗിൾ പരിഗണിക്കുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് ആണ് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം ടോപ്പ് നിന്ന് പോകുന്ന വേവും സ്ലിറ്റിന്റെ മിഡ് പോയിന്റ് നിന്ന് പോകുന്ന വേവും. മൊത്തം സ്ലിറ്റ് വിഡ്ത്തിന്റെ എക്സാക്ട് മിഡ് പോയിന്റ് നിന്ന് പോകുന്ന വേവും ഏറ്റവും ടോപ്പ് നിന്ന് പോകുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ലാംഡ ആണെങ്കിൽ ഇത് മൊത്തം A അല്ലേ. അപ്പൊ A/2 മെയിൻറ്റെയിൻ ചെയ്യുന്ന ലൈറ്റ് ഇത് ലാംഡ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ലാംഡ/2 ആയിരിക്കും. മാത്തമാറ്റിക്കലി നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. സൈൻ തീറ്റ നമുക്ക് ആ വലിയ ട്രയാംഗിളിന് ലാംഡ/A എന്ന് കിട്ടി. ഇനി കുഞ്ഞു ട്രയാംഗിളിന്റെ ആണ് സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ സൈൻ ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ, ഇത് 90 ഡിഗ്രി. അപ്പൊ ഇത് ഹൈപ്പോട്ടനസ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടനസ് A/2 എന്ന് കിട്ടും. സോ പാത്ത് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ A/2. രണ്ടും സൈൻ തീറ്റയാണ്. അപ്പൊ രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ ലാംഡ ഡിവൈഡഡ് ബൈ A ഈസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ A/2. സോ ലാംഡ ഡിവൈഡഡ് ബൈ A ഇൻറ്റു A/2 ഈസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ്. എയും കട്ടായി. സോ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ലാംഡ/2. അപ്പം ഹാഫ് പീരീഡ് സോണുകളാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ സ്ലിറ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് പോകുന്ന വേവും സ്ലിറ്റിന്റെ മിഡ് പോയിന്റ് നിന്ന് പോകുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഇവിടെ നമുക്ക് ലാംഡ/2 എന്ന് കിട്ടി. സോ നൗ ദിസ് ഇസ് ലാംഡ/2. അപ്പൊ എന്താ സംഭവിക്കുക? ലാംഡ/2 പാത്ത് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലൈറ്റുകൾ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. ദിസ് ഇസ് എ കണ്ടീഷൻ ഓഫ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. യു ഓൾറെഡി നോ ദാറ്റ്. സോ ഈ വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ/2 ആയതുകൊണ്ട് തന്നെ അത് സ്ക്രീനിൽ എത്തുമ്പോഴേക്കും സ്ക്രീനിലെത്തുന്ന അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. ഈ രണ്ട് ലൈറ്റുകൾ ക്യാൻസൽ ആവും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് A/2 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോയിന്റുകളിൽ നിന്ന് വരുന്ന A/2 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വേവ് സെക്കൻഡറി വേവ്ലെറ്റ്സുകളിൽ നിന്ന് വരുന്ന വേവുകൾ ക്യാൻസൽ ആയി പോകും.
ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയർ ചെയ്ത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇതിന്റെ തൊട്ട് താഴ്ന്ന ഒരു ലൈറ്റിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു വേവിനെ കൺസിഡർ ചെയ്യുക, ഇതിന്റെ തൊട്ട് താഴ്ന്ന് വരുന്ന ഒരു വേവിനെ കൺസിഡർ ചെയ്യുക. ഈ ഡിസ്റ്റൻസ് a/2 ആണല്ലോ. അപ്പോൾ ഇതൊരു അല്പം താഴോട്ടേക്ക് ഇറങ്ങിയാൽ ഈ ഡിസ്റ്റൻസും a/2 തന്നെ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് a/2 ആണ്. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെയുള്ള ഒരു പോയിന്റും ഇതിന്റെ തൊട്ട് താഴെയുള്ള ഒരു പോയിന്റും, അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും a/2 തന്നെയാണ്. സോ ഈ രണ്ട് വേവുകൾ സ്ക്രീനിലെത്തുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന സമയത്ത് മീറ്റ് ചെയ്യുമ്പോൾ അവർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയർ ചെയ്യും, ബിക്കോസ് പാത്ത് ഡിഫറൻസസ് λ/2. a/2 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വേവുകളൊക്കെ, a/2 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോയിന്റുകളിൽ നിന്ന് വരുന്ന വേവുകളൊക്കെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയർ ചെയ്തു പോകും, ക്യാൻസൽ ആയി പോകും. അപ്പൊ അതിന്റെ താഴ്ന്ന വരുന്ന ഒരു വേവും ഇതിന്റെ താഴ്ന്ന വരുന്ന വേവും ക്യാൻസൽ ആയി പോകും. ആസ് എ റിസൾട്ട് രണ്ട് നമ്മൾ ഹാഫ് പീരീഡ് സോണുകളാക്കിയില്ലേ, ആ രണ്ട് സോണിൽ നിന്ന് വരും, അതായത് a/2 മുകളിലെ a/2 എന്ന് വരുന്ന ലൈറ്റുകൾക്ക് കറസ്പോണ്ടിങ് താഴെ നിന്നൊരു ലൈറ്റ് ഉണ്ടാവും. അവ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവരൊക്കെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയർ ചെയ്യും, ഹെൻസ് സ്ക്രീനിൽ ലൈറ്റ് എത്തൂല. സോ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റില് സ്ലിറ്റുകളിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ നമ്മളെ പാത്ത് ഡിഫറൻസ് λ ആകുമ്പോൾ അവിടെ ബ്രൈറ്റ് സ്പോട്ടും, കാരണം അവിടെ മറ്റു ലൈറ്റുകളൊന്നുമില്ല, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റില് സ്ലിറ്റിന്റെ ഏറ്റവും മുകളിൽ നിന്നും ഏറ്റവും താഴെ നിന്ന് വരുന്ന ലൈറ്റുകൾ നമ്മളെ പാത്ത് ഡിഫറൻസ് λ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള ലൈറ്റുകളെയൊക്കെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് സ്ക്രീനിൽ നമുക്ക് ലൈറ്റ് എത്തൂല. ടോട്ടലി അവിടെ നമുക്ക് ലൈറ്റുകളെല്ലാം ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ട് അവിടെ നമുക്കൊരു മിനിമ ആയിരിക്കും കിട്ടുക. മിനിമ വിച്ച് മീൻസ് ഡാർക്ക് സ്പോട്ടിന് സിമിലർ ആയിരിക്കും കിട്ടുക. റെഡി? ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ കുറച്ചും കൂടെ മുകളിലേക്കുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് ലെറ്റ്സ് സേ 2λ, പാത്ത് ഡിഫറൻസ് n λ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴൊക്കെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്, വിൽ ഗെറ്റ് എ ബ്രൈറ്റ് സ്പോട്ട്. ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ മുകളിലേക്കുള്ള ഒരു പോയിന്റ് എടുക്കുന്ന സമയത്ത് ഇവ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കൂടി 2λ ആയി. 2λ ആവുന്ന സമയത്ത് നേരത്തെ അതേ ആർഗ്യുമെന്റ് നമ്മൾ ഇതിനെ 4 ഹാഫ് പീരീഡ് സോണുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ a/4 മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ലിറ്റുകളാക്കി, ഗ്യാപ്പുകളാക്കി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ a/4 മെയിൻറ്റെയിൻ ചെയ്യുന്ന 4 സോണുകളാക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. a/4 ഓക്കെ, a/4 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന 4 സോണുകളാക്കി ഡിവൈഡ് ചെയ്യാം. അതിനുള്ളിൽ നിന്നൊക്കെ വേവുകൾ വരുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ നേരത്തെ അതേ എക്സ്പ്ലനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പാത്ത് ഡിഫറൻസ്, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് λ/2 എന്ന് കിട്ടും. ഇത് λ/2 ആയിരിക്കും, ഇത് λ ആയിരിക്കും, ഇത് 3λ/2 ആയിരിക്കും, ഇത് 2λ ആയിരിക്കും, ഇത് 2λ. അപ്പൊ നമുക്ക് എക്സ്ട്രീം ടോപ്പിൽ നിന്ന് പോകുന്ന വേവും എക്സ്ട്രീം ബോട്ടത്തിൽ നിന്ന് പോകുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 2λ. സമയത്ത് നമ്മൾ 4 സോണുകളാക്കി ഡിവൈഡ് ചെയ്താൽ ഇത് ഇവിടുന്ന് 0 എന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദിസ് ഡിസ്റ്റൻസ് ഇസ് λ/2, ദിസ് ഡിസ്റ്റൻസ് വിൽ ബി λ, ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 3λ/2, ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 2λ. ആ രൂപത്തിൽ വരും. അപ്പൊ a/4 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോയിന്റുകളിൽ നിന്ന് വരുന്ന ലൈറ്റുകളൊക്കെ പാത്ത് ഡിഫറൻസ് λ/2 മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവർ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുന്നു. ആ ലൈറ്റുകൾ ആ പോയിന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്ക്രീനിൽ ലെൻസ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ആ ലൈറ്റുകൾ ജോയിൻ ആവുന്ന സമയത്ത് ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ആവും. അപ്പോൾ ഈ ലൈറ്റും a/4 ഡിസ്റ്റൻസ് അടിയിൽ നിന്ന് വരുന്ന ഈ ലൈറ്റും ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്ത് ക്യാൻസൽ ആവും. അതിന്റെ താഴെ നിന്ന് വരുന്ന ലൈറ്റും ഇതിന്റെ താഴെ നിന്ന് വരുന്ന ലൈറ്റും ക്യാൻസൽ ആവും. ആസ് എ റിസൾട്ട് ഒരു a/4 അടുത്ത a/4 ക്യാൻസൽ ചെയ്യും, താഴെയുള്ള a/4 അതിന്റെ താഴെയുള്ള a/4 ക്യാൻസൽ ആവും. ആസ് എ റിസൾട്ട് സ്ക്രീനിൽ എത്തുമ്പോൾ നമുക്ക് ലൈറ്റ് കിട്ടില്ല. അവിടെ നമുക്കൊരു ഡാർക്ക് സ്പോട്ട്, ഒരു മിനിമം ആയിരിക്കും കിട്ടുക. പക്ഷെ ഇന്റർഫറൻസിൽ 2 സ്ലിറ്റിൽ നിന്ന് വരുന്ന 2 വേവുകൾ മാത്രമേ ഉള്ളൂ. സോ മറ്റു വേവുകളെ ഒന്നും നമ്മൾ അവിടെ നോക്കേണ്ടതില്ല. ആ 2 വേവുകൾ മാത്രമാണ്. സോ പാത്ത് ഡിഫറൻസ് 2λ സിമ്പിൾ ആയിട്ട് അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്, ഒരു ബ്രൈറ്റ് സ്പോട്ട് ആണ് കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ പാത്ത് ഡിഫറൻസ് λ 2λ ഒക്കെ വരുമ്പോൾ ഡബിൾ സ്ലിറ്റിൽ നമുക്ക് ബ്രൈറ്റ് സ്പോട്ട് കിട്ടുന്നതും ഡിഫ്രാക്ഷനിൽ നമുക്ക് λ 2λ ഒക്കെ വരുമ്പോൾ ഇടയിലുള്ള എല്ലാ സോഴ്സുകളെയും പരിഗണിക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് ഹാഫ് പീരീഡ് സോണുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇത് 2λ വന്നപ്പോൾ നമ്മൾ ഈ രൂപത്തിലാണ് ചെയ്തത്. ഇനി 3λ വരുമ്പോൾ നമ്മൾ 6 ഗ്യാപ്പുകളാക്കിയിട്ട് 6 ഡിവിഷൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. a/6 മെയിൻറ്റെയിൻ ചെയ്യുന്ന a/6 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സോണുകളാക്കി സ്പ്ലിറ്റ് ചെയ്യും. അവരൊക്കെ 6 എണ്ണാവുമ്പോൾ 3 2 2 2 വെച്ച് ക്യാൻസൽ ആയിപ്പോ, ലൈറ്റുകൾ ക്യാൻസൽ ആയിപ്പോ. അപ്പോൾ നമുക്ക് മിനിമം കിട്ടും. ആസ് എ റിസൾട്ട് നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, സോ ഈ ട്രയാങ്കിളിന്റെ അകത്ത് ഇഫ് ഇറ്റ് ഇസ് തീറ്റ d sin തീറ്റ ചെയ്താൽ നമുക്ക് ഈ ഗ്യാപ്പ് കിട്ടും. അവിടെ സൈൻ തീറ്റ എടുത്താൽ നമുക്ക് കിട്ടും. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള പാത്ത് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് d. അപ്പോൾ d സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ്. അത് n വരുന്ന സമയത്ത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമുക്ക് ബ്രൈറ്റ് സ്പോട്ടാണ് കിട്ടുക. d സൈൻ തീറ്റ n വരുന്നത് ബ്രൈറ്റിന്റെ കണ്ടീഷനാണ്. അപ്പോൾ സ്ക്രീനിന്റെ സെന്ററിൽ നിന്നും ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ n λ d by d എന്ന് വരും.
ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് സ്ലിറ്റ് സെപ്പറേഷന് വരും, സ്ലിറ്റ് വിടുത്താണ് എ. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എ സൈൻ ഓഫ് തീറ്റ, ഈ ആംഗിൾ തീറ്റയാണ്, എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് അവിടെ മിനിമയാണ് കിട്ടുക, മിനിമ വിച്ച് മീൻസ് ഡാർക്ക് ആണ് കിട്ടുക, ഡാർക്കിന് സിമിലർ ആണ് കിട്ടുക. അപ്പോൾ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ്, സ്ക്രീനിന്റെ സെന്ററിൽ നിന്ന് ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ബൈ സോൾവിംഗ് ദിസ് യു വിൽ ഗെറ്റ് എൻ ലാംഡ ഡി ബൈ എ. ഇവിടെ സ്ലിറ്റ് സെപ്പറേഷൻ ഡി, ഇവിടെ നമ്മൾ സ്ലിറ്റ് എടുത്ത് എ എന്നാണ് ടേം യൂസ് ചെയ്യുന്നത്, രണ്ടും സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ആയി മാറിയത് ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇന്റർഫറൻസിൽ രണ്ട് വേവുകൾ മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് വേവുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് λ/2 ആവുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്ത് ഡാർക്ക് സ്പോട്ടാണ് കിട്ടുക. സിമിലർലി അല്പം കൂടെ മുകളിലേക്കാണ് ആ ലൈറ്റുകൾ മീറ്റ് ചെയ്യുന്നതെങ്കിൽ പാത്ത് ഡിഫറൻസ് അല്പം കൂടെ കൂടി 3λ/2. λ, 2λ, 3λ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇനി λ/2, 3λ/2 അര ലാംഡകൾ വരുന്ന പോയിന്റിൽ എന്താ സംഭവിക്കുന്നതെന്നാണ് അറിയേണ്ടത്. ഇനി ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് സ്ക്രീനിന്റെ ടോപ്പിൽ നിന്ന് പോകുന്ന ലൈറ്റും ഏറ്റവും ബോട്ടമിൽ നിന്ന് പോകുന്ന ലൈറ്റും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഹിയർ ഇറ്റ് ഇസ് ലെറ്റ്സ് സേ 3λ/2. അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്, 3λ/2. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സ്ലിറ്റിനെ, കംപ്ലീറ്റ് സ്ലിറ്റിനെ നമ്മൾ 3 ഹാഫ് പീരീഡ് സോണുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ദാ ഇവിടുന്ന് ഒരു ഗ്യാപ്പ്, ഇവിടുന്ന് ഒരു ഗ്യാപ്പ്. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി a/3, a/3, a/3. നേരത്തെ അതേ ആർഗ്യുമെന്റ് പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തീറ്റ എടുക്കുകയാണെങ്കിൽ മൊത്തം ട്രയാങ്കിളിൻ്റെ അകത്ത് സൈൻ ഓഫ് തീറ്റ എടുത്താൽ നമുക്ക് 3λ/2 എന്ന് കിട്ടും. അഡ്ജസന്റ് സൈഡ് ഇസ് എ, ഓപ്പോസിറ്റ് ഇസ് 3λ/2. ഈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ അകത്ത് സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ദിസ് പാത്ത് ഡിഫറൻസ് സൈൻ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് a/3 എന്ന് വരും. രണ്ട് ഇക്വേറ്റ് ചെയ്താൽ 3λ/2a is equal to path difference divided by a/3. 3λ/2a into a/3 is equal to path difference. എയും എയും ക്യാൻസൽ ചെയ്യും, 3യും 3യും ക്യാൻസൽ ചെയ്യും. പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു λ/2. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? a/3 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോയിന്റുകളിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ, വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 ആണ്. അപ്പോൾ നോക്കൂ, ഈ വേവും ക്യാൻസൽ ആയി പോകും. ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ നേരത്തെ ചെയ്ത അതേ ആർഗ്യുമെന്റ്, അതിന്റെ താഴെ നിന്ന് വരുന്ന ഒരു വേവും ഇതിന്റെ താഴെ നിന്ന് വരുന്ന ഒരു വേവും ക്യാൻസൽ ആയി പോകും. അതിന്റെ താഴെ നിന്ന് വരുന്ന ഒരു വേവും ഇതിന്റെ താഴെ നിന്ന് വരുന്ന ഒരു വേവും, അതായത് ഈ ഡിസ്റ്റൻസ് a/3 ആണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ നിന്ന് വരുന്ന രണ്ട് വേവുകൾ തമ്മിലുള്ള ആ സോഴ്സുകൾ നമ്മുടെ ഡിസ്റ്റൻസ് a/3 തന്നെ ആയിരിക്കും. a/3 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വേവുകളൊക്കെ ക്യാൻസൽ ആവും. അപ്പോൾ 3 പീരീഡുകളായിട്ട് 3 സോണുകളായിട്ടല്ല നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ 2 ക്യാൻസൽ ആയി. മൂന്നാമത്തെ ആളെ ക്യാൻസൽ ചെയ്യാൻ പെയർ ഇല്ലാത്തത് കൊണ്ട് ഈ സോണിൽ നിന്ന് വരുന്ന എല്ലാ ലൈറ്റും ക്യാൻസൽ ആവില്ല. ചിലതൊക്കെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നില്ല, ചിലതൊക്കെ ഇന്റർഫിയർ ചെയ്യുമ്പോൾ ലൈറ്റുകളുടെ ഇന്റൻസിറ്റി കുറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ആ ഇന്റൻസിറ്റി, ആ ലൈറ്റുകളൊന്നും പോവാത്തത് കാരണം നമുക്ക് സ്ക്രീനിലേക്ക് അല്പം ലൈറ്റ് ഈ സ്ലിറ്റിൽ നിന്ന് എത്തുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി ലൈറ്റ് കിട്ടുന്നത് കൊണ്ട് ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ മാക്സിമം. അപ്പൊ ചില സ്പോട്ടുകളിൽ ലൈറ്റ് തീരെയില്ല. അപ്പൊ ലൈറ്റ് തീരെയില്ലാത്ത സ്പോട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ലൈറ്റ് കിട്ടുന്ന സ്പോട്ട് ഈസ് കൺസിഡർഡ് ടു ബി മാക്സിമം. അപ്പൊ ഇവിടെ λ/2 വന്നു, അത് മിനിമയാണ്. ഇവിടെ 3λ/2 വന്നത് മാക്സിമം. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്ലിറ്റുകളിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ നമ്മൾ പാത്ത് ഡിഫറൻസ് 3λ/2. നമ്മൾ λ/2 ഡാർക്കാണ്, 3λ/2 ഡാർക്ക് ആയിരിക്കും. ബിക്കോസ് അത് ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. അത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കണ്ടീഷനാണ്. മറ്റ് ലൈറ്റുകളൊന്നും ഇല്ല, നമ്മൾ പരിഗണിക്കേണ്ടതില്ല, കാരണം അത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രീം ടോപ്പിൽ നിന്ന് പോകുന്നതും എക്സ്ട്രീം ബോട്ടത്തിൽ നിന്ന് പോകുന്ന രണ്ട് ലൈറ്റുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 5λ/2 ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 5 സോണുകളാക്കി സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഒരെണ്ണത്തിന്റെ വിടുത്ത് വരിക a/5. ഇനി ഞാൻ ബാക്കി പറയേണ്ട ആവശ്യമില്ല. 7λ/2 ആകുമ്പോൾ 7 സോണുകളാക്കി സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ a/5 1, a/5, a/5 3, a/5 4, a/5. അപ്പോൾ 2 നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെന്റ് പ്രകാരം ലൈറ്റുകൾ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. ബാക്കി ഞാനത് ആവർത്തിക്കുന്നില്ല, സെയിം ആർഗ്യുമെന്റ്. ഇതും ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. അപ്പോൾ a/5 എന്ന് വരുന്ന സം പാർട്ട്, അതിൽ നിന്ന് വരുന്ന ചില ലൈറ്റുകൾ പൂർണ്ണമായിട്ടും ക്യാൻസൽ ആവാത്തത് കാരണം സ്ക്രീനിലെത്തുന്നു. അപ്പോൾ അല്പം ലൈറ്റ് സ്ക്രീനിലെത്തുമ്പോൾ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ മാക്സിമം. പക്ഷേ ഇന്റൻസിറ്റി നേരത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ലൈറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന a/5 ഗ്യാപ്പ് എന്നാണ്. നേരത്തെ a/3 ആണ്. അടുത്തേക്ക് പോയാൽ a/5 എന്ന് വരുന്ന ലൈറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഡിഫ്രാക്ഷണൽ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഡാർക്ക് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ d sin θ is equal to 2n minus 1 λ/2. കാരണം ഇവിടെ ഫസ്റ്റ് ഡാർക്ക് സംഭവിക്കുന്നത് λ/2 ആയതുകൊണ്ടാണ് നമ്മൾ 2n minus 1 എടുക്കുന്നത്. അപ്പോൾ ഓരോ ഡാർക്കിലേക്ക് n 1 2 3 കൊടുത്താൽ മതി. ഫസ്റ്റ് ഡാർക്കിന് n 1 കൊടുത്താൽ മതി. അപ്പോൾ ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് ഡാർക്കിന്റെ കണ്ടീഷനാണ് കേട്ടോ.
ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് വരിക 2n-1 ലാംഡ ഡി ബൈ 2d ആണ്. ഇനി ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് a sin തീറ്റ ഈസ് ഈക്വൽ ടു 2n+1, കാരണം ഫസ്റ്റ് ബ്രൈറ്റ് വരുന്നത് 3 ലാംഡ ബൈ 2 ലാണ്. അപ്പൊ n 1 കൊടുക്കുമ്പോൾ 3 ലാംഡ ബൈ 2 കിട്ടണമെങ്കിൽ 2n+1 ലാംഡ ബൈ 2a വരുന്നത് മാക്സിമയുടെ കണ്ടീഷനാണ്. ദിസ് ഇസ് ഡാർക്ക് ഓർ മിനിമ ആൻഡ് ദിസ് ഇസ് മാക്സിമ ഓർ സിമിലർ ടു ബ്രൈറ്റ്. അപ്പോൾ ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ 2n+1 ലാംഡ ഡി ബൈ 2a. ക്ലിയർ? ഇങ്ങനെയാണ് ഇക്വേഷൻസ് റിവേഴ്സ് ആവുന്നത്. അവിടെ സംഭവിക്കുന്നത് ഇതാണ്. ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ലിറ്റിന്റെ ഉള്ളിലുള്ള എല്ലാ ലൈറ്റിനെയും നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ രൂപത്തിലാണ് മാത്തമാറ്റിക്സ് വരുന്നത്. ഇതെല്ലാം ബേസ്ഡ് ഓൺ ഹൈജൻസ് വേവ് തിയറിയാണ്. ഇതെല്ലാം നിലനിൽക്കുന്നത് ഹൈജൻസിന്റെ വേവ് ഫ്രണ്ട് തിയറി യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഡിഫ്രാക്ഷനിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ്ട്രീം എൻഡുകളിൽ നിന്ന് സ്ലിറ്റുകളുടെ എക്സ്ട്രീം ടോപ്പ് ബോട്ടം പോയിന്റുകളിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ്. ഡിഫ്രാക്ഷൻ നമ്മൾ പാത്ത് ഡിഫറൻസ് പറയുന്നത്. ഡബിൾ സ്ലിറ്റ് എക്സ്പീരിയൻസിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ തമ്മിലുള്ള പാത്ത് ലെങ്തിലുള്ള ഡിഫറൻസ്. ക്ലിയർ? ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പെരിമെന്റിന്റെ മറ്റ് കണ്ടീഷനിലേക്കോ മറ്റു പ്രോപ്പർട്ടികളിലേക്കോ ഒന്നും പോകുന്നില്ല. ജസ്റ്റ് ഈ ഐഡിയ മാത്രമേ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തിയററ്റിക്കലി ഇന്റർഫറൻസ് എക്സ്പെരിമെന്റിന്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ യൂണിഫോംലി ഇന്റൻസീവ് ആയിട്ടാണ് കിട്ടുക. പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെയല്ല. അവിടെ വേറെയും പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഡിഫ്രാക്ഷനിൽ സെൻട്രൽ ബ്രൈറ്റ് നല്ല ഇന്റൻസിറ്റി ഉണ്ടാവും, പിന്നെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. കാരണം ലൈറ്റ് എത്തുന്നത് സ്ലിറ്റിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ്. ആദ്യത്തെ ബ്രൈറ്റ് a/3 എന്ന് മാത്രം എത്തുന്ന ലൈറ്റുകൾ കൊണ്ടുണ്ടാവുന്ന ബ്രൈറ്റ് ആണ്. അടുത്തത് a/5. അതിന് മുഴുവൻ ലൈറ്റും എത്തുന്നില്ല. അവിടെയും കുറെ കണ്ടീഷൻസ് നടക്കുന്നുണ്ട്. എന്തായാലും ആ ഇക്വേഷൻ റിവേഴ്സ് ആയതിന്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും നമ്മൾ ചെറിയൊരു കമ്പാരിസൺ ആണ്. അതിൽ നോക്ക്, റിസൾട്ടന്റ് ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് ഫ്രം 2 കോഹിറന്റ് സോഴ്സ്. ഇത് രണ്ടും ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് കോഹിറന്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് നമുക്ക് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. എന്നാൽ ഡിഫ്രാക്ഷനിൽ അങ്ങനെയല്ല. ഇത് ഒരൊറ്റ വേവ് ഫ്രണ്ട് ആണ്. ഈ ഒരു വേവ് ഫ്രണ്ടിലെ ഡിഫറെന്റ് പോയിന്റ്, ഡിഫറെന്റ് പാർട്ടിൽ നിന്നും വരുന്ന വേവ്ലെറ്റുകൾ പരസ്പരം ഇന്റർഫിയർ ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത്. ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് റിസൾട്ടന്റ് ഡ്യൂ ടു ദ സൂപ്പർപോസിഷൻ ഓഫ് വേവ്ലെറ്റ്സ് ഫ്രം ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ സെയിം വേവ് ഫ്രണ്ട്, സിംഗിൾ കോഹിറന്റ് സോഴ്സ്. പിന്നെ സ്ലിറ്റ് വിഡ്ത്തിൽ ഫ്രിഞ്ച് വിഡ്ത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇത് റിച്ചാർഡ് ഫെയ്മാന്റെ വളരെ ഫേമസ് ആയ കോട്ടാണ് അബൌട്ട് ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. സി, നോ വൺ ഹാസ് എവർ ബീൻ ഏബിൾ ടു ഡിഫൈൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സാറ്റിസ്ഫാക്ടറിലി. No one has ever been able to define the difference between interference and diffraction. It is just a question of usage. ഇനി പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. There is no specific important physical difference between them. എന്ന് വെച്ചാൽ രണ്ടിലും നടക്കുന്നത് സിമിലർ പ്രോസസ് തന്നെയാണ്. ഇനി പറയുന്നത് നോക്കൂ, the best we can do is, roughly speaking, now listen, is to say that when there are only few sources, say 2 interfering sources, രണ്ട് സോഴ്സ് നിന്ന് വരുന്ന വേവുകൾ ഇന്റർഫിയർ ചെയ്യാണ്, സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ദ റിസൾട്ട് ഈസ് യൂഷ്വലി കോൾഡ് ഇന്റർഫറൻസ്. രണ്ട് സോഴ്സിൽ നിന്ന്, വളരെ കുറവ് സോഴ്സ്, യൂഷ്വലി രണ്ട് സോഴ്സിൽ നിന്ന് വരുന്ന വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട്, സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അവർ മീറ്റ് ചെയ്തിട്ട് പുതിയൊരു വേവ് ഉണ്ടാവുകയാണെങ്കിൽ, സൂപ്പർ ഇമ്പോസ് മീറ്റ് ചെയ്തിട്ട് ഒരു എഫക്ട് ഉണ്ടാവുകയാണെങ്കിൽ, സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂഷ്വലി കോൾഡ് ഇന്റർഫറൻസ്. ബട്ട് ഇഫ് ലാർജ് നമ്പർ ഓഫ് ദം, ഒരുപാട് സോഴ്സുകൾ പരസ്പരം സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറ്റ് സീംസ് ദാറ്റ് ദ വേർഡ് ഡിഫ്രാക്ഷൻ ഇസ് മോർ ഓഫ്റ്റൻ യൂസ്ഡ്. ഒരുപാട് സോഴ്സുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ മൾട്ടിപ്പിൾ സോഴ്സുകൾ ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഡിഫ്രാക്ഷൻ എന്ന വാക്ക് കൊണ്ട് ഡിഫ്രാക്ഷൻ എന്ന വാക്ക് യൂസ് ചെയ്യാം. ഇന്റർഫറൻസ് യൂസ് ചെയ്യുന്ന പറയാം, ഡിഫ്രാക്ഷൻ യൂസ് ചെയ്യാം എന്നാണ് ഫെയ്മാന്റെ അഭിപ്രായം. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഇതവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ, നമ്മളെ ഡിഫറൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സി, ഇതൊരു മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾ മനസ്സിലാക്കിയ കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഇസ് JB ഫ്രം സൈലം ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.